ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് ഗെയിമിങ്. എൻ്റെ ആദ്യത്തെ വീഡിയോയാണ് ഗായ്സ്. എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗുഡ് ഇൻ ഗെയിമിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഗായ്സ്. കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോളാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിമാണിത്. അപ്പോൾ അപ്ഡേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊരു എപ്പിക്കിനൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ ടീം കാണാനെല്ലാവരും റെഡി അല്ലേ? ഞാൻ അക്കൗണ്ട് തുടങ്ങിയിട്ട് 2 വർഷമൊക്കെ ആയി. അപ്പോൾ എൻ്റെ ടീം കാണിക്കാൻ ഞാൻ ഇപ്പോൾ ഇതൊന്ന് കറങ്ങി വരണം ഗൈസ്. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, ഗ്രാഫിക്സൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഗൈസ് അക്കൗണ്ട്. ടേസ്റ്റഗൺ, ലൗതാരോ മാർട്ടിനസ്, എംബാപ്പെ, നെയ്മർ, മറഡോണ, ജാക്ക് വിൽസർ, റോഡ്രി, ഫെർണാണ്ടസ്, റുഡിഗർ, കുണ്ടായി. എൻ്റെ പേര് വായിക്കട്ടാത്ത പേരാണ്. പിന്നെ സബിൽ റൊണാൾഡോ, ജോർജിനോ, വാൻഡൈക്ക്, ഹാളണ്ട്, മെസ്സി, എറ്റൻബർഗ്, ഡെൽ പിർലോ, കെവിൻ ഡി ബ്രൂണി, സാക്ക, ഇൻസാക്കി, കിമ്മിച്ച്, ഹാരി കെയ്ൻ. സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള എല്ലാവരും പേരും എനിക്കറിയാം. പിന്നെ ടീമിലുള്ള ചില പൊട്ടന്മാർ വരുന്നു. പൊട്ടന്മാരല്ല, അത്യാവശ്യം നല്ല കളിക്ക് വരും. ഫുള്ള് 99ൻ്റെ മുകളിലേക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഈ എൽ ബി മാത്രമാണ് കുഴപ്പം. വേറെ ഒരു കുഴപ്പമില്ല ഗൈസ്. അത് വേറെ ഒരു പ്രശ്നമില്ല. കണ്ടില്ലേ, 3120 നമ്മളെ പൊസിഷൻ. അപ്പോൾ നമുക്കൊരു മാച്ച് കളിക്കണം. മാച്ച് നമ്മൾ കളിക്കാൻ പോവാണ്. സാവിയോ അലോൺസൊക്കെയാണ് നമ്മുടെ കോച്ച്, ബൂസ്റ്റർ കോച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു സ്പീക്കർക്കലിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് അപ്ഡേറ്റിലൊരു എപ്പിക്കിനെ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്ഡേറ്റിലൊരു എപ്പിക്കിനെ കിട്ടിയെന്ന് എനിക്ക്. അത് ഡെൽ പിർലോ എന്നാണ് പേര്. ഇതായി സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ SS. അപ്പോൾ നമുക്കൊരു മാച്ച് ആദ്യം തന്നെ കളിക്കാം. ഇതിൻ്റെ മാച്ചാണ് നോക്കട്ടെ ഗൈസ്, എന്തിൻ്റെ മാച്ചാണെന്നറിയാം. അതൊരു ഫ്രീ കർക്കാൻ്റെ മാച്ചാണ്. അപ്പോൾ നമുക്കൊന്ന് കളിക്കാം. എൻ്റെ ടീമെന്ന് പറയുമ്പോൾ ഞാൻ അടിയിൽ വെറുതെ ഒരു രസത്തിന് റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ക്യാപ്ചർ ജൂനിയറോ അങ്ങനെ എന്താ പറഞ്ഞൊരു ടീമാണ്. മറഡോണൊക്കെ ആദ്യം കളിച്ച ടീമാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു വേറെ ഒരുത്തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ടീം നോക്കാം. എൻ്റെ ഒരു ഒട്ട ടീമാണ്. ജേഴ്സി നമുക്ക് ഇന്റർമീഡിയാൻ്റെ ജേഴ്സി എടുക്കാം. കുഴപ്പമില്ല. റൊണാൾഡോ ബാക്കിക്കാണ്, റോഡ്രിഗറിന് കേട്ടത്. അപ്പോൾ ഗായ്സ്, നമ്മൾ മാച്ചിക്ക് അങ്ങനെ കടന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടച്ച് ആർക്കാമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അവർക്കാണ് ഫസ്റ്റ് ടച്ച് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെ നെറ്റ് പിടിക്കണം. മാർട്ടിനസിൻ്റെ ടീം തന്നെയാണ് ഇന്റർമിലാണ്. അപ്പോൾ എൻ്റെ ജേഴ്സി നട്ടെടുത്ത് ഇരിക്കട്ടെ. നാണക്കേട് ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിങ്ങനെ വെറുതെ ഓടും. വന്ന് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് ജാക്ക് വിൽസൺ എന്നിട്ടുണ്ട് എൻ്റെ ടീം. നെയ്മർ ടു എംബാപ്പെ. ഫസ്റ്റ് ഗോൾ ബൈ എംബാപ്പെ. ഫസ്റ്റ് വീഡിയോയിൽ ഐശ്വര്യമായിട്ട് നമ്മുടെ എംബാപ്പെ ഗോൾ ഇട്ടിട്ടുണ്ട്. നല്ല സെലിബ്രേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഗൈസ് 5ാം നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എംബാപ്പയ്ക്ക് 7ാം നമ്പർ കൊടുക്കണം. വേണ്ട, എപ്പിക്കിന് കൊടുക്കാം. ഒരു കറവിങ് ആയിരുന്നു ഗൈസ് ഗോള്. ഒരു നല്ല ഗോൾ എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ നല്ലതാണോ ചീത്തത് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഒരു വിശ്വാസം സ്കില്ലെടുത്തില്ലല്ലോ ഗൈസ്. ഒരു സ്കില്ലൊക്കെ എടുത്ത് പറയാം ഗൈസ്. എന്താണെന്നറിയില്ല. നമുക്കൊരു ലോങ് റേഞ്ച് റോഡ്രിനെ കൊണ്ട് അടിച്ചാൽ ഗോൾ. നമ്മൾ ഒരു ലോങ് റേഞ്ച് റോഡ്രിനെ കൊണ്ട് അടുപ്പിച്ച് ഫൗള് തരാത്തല്ല ഫ്രീൻ്റെ മുന്നിൽ പോയി. പക്ഷെ ഇതിലിടാൻ കഴിഞ്ഞില്ല. ഫ്രീൻ്റെ മുന്നിൽ പോയി
റോഡ്രി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഗോൾ ശരി. അങ്ങനെ 3 ലെവൽസാണ് ഉള്ളത്. മൂന്നാമത്തെ ഗോൾ ആരുടെന്ന് ആദ്യത്തെ ഇതാണെങ്കിൽ കൂട്ടില്ല കേട്ടോ ഗൈസ്. പിന്നുള്ളതാണ് ഇങ്ങനെ നോക്കുകയാണ് ഗൈസ്. ഓ ഒരു നല്ല ഹെർണാണ്ടസിൻ്റെ ഒരു സ്കിൽ നെയ്മർ സ്കിൽ ബൈ നെയ്മർ കിട്ടി ഗൈസ്. അവർ നമ്മൾ ഫോൾ ചെയ്യുമ്പോൾ അവർക്ക് പോകും, നമുക്ക് തരില്ല. അങ്ങനെയാണ് ആ പ്രശ്നം. അങ്ങനത്തെ ഒരു ചില പ്രശ്നങ്ങളൊക്കെ അല്ലാതെ പ്രശ്നം. മാസം നൽകാനൊക്കെ എടുത്ത് ഉണ്ടാക്കി കൊടുത്ത് എന്താ കിട്ടിയില്ല. പോയി കോർണർ കിട്ടി. ഒരു നല്ല കോർണറാക്കിയത് ഗോൾ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഗോളാവോ ഇല്ല നമുക്ക് കണ്ടറിയാം. ഓ ആയില്ല ഗൈസ്. ഒരു ലോങ് റേഞ്ച് അതും ആയില്ല. എന്ത് വിധി ഇത്. പന്ത് ഉന്മേഷമാക്കാം. ഇതിൽ ഓടുന്നില്ല എന്നാലും കുഴപ്പമില്ല. ഇതെങ്ങനെയുണ്ട് വരും എന്നിട്ട് ഓരോണ്ട് വന്നു ഇതൊക്കെ വന്നിട്ട് നമ്മളെ പ്ലേയേഴ്സ് ഓടുന്നു. അങ്ങനത്തെ പ്രശ്നമുണ്ട് ഗൈസ്. ചില സമയത്ത് നമ്മളെ പ്ലേയേഴ്സാണ് മുന്നേ വന്ന് നിൽക്കും. എന്നിട്ട് ഒരു ഇത് ടെസ്റ്റൊക്കെ ക്യാച്ച് പിടിച്ചു കണ്ടില്ല ഗൈസ്. ടെസ്റ്റ് ജമ്പിങ് സീനാണ് ഗൈസ്. ബാഴ്സലോണക്ക് ടെസ്റ്റ് ഒരു കോപം കിട്ടിയില്ല. കൊടുക്കില്ല ഗോളടിച്ചില്ല ഭാഗ്യം. തുള്ളി ചാടാണ് നമ്മുടെ ക്യാപ്റ്റനൊക്കെ ടേസ്റ്റനാണ്. ഇപ്പം എങ്ങനെയും വന്നതെന്നൊക്കെയാണ്. ഒരാവശ്യമില്ലാത്ത ടേസ്റ്റനൊക്കെ ക്യാപ്റ്റൻ്റെ അതുകൊണ്ട്. അപ്പം നമ്മൾ എംബാപ്പെ മറഡോണ കിട്ടിയില്ല. ഓ ഇപ്പം തന്നെ നമുക്ക് പന്ത് കിട്ടും. നമ്മളിങ്ങനെ ഓടുന്നു പന്തിൻ്റെ ഓ ഒരു മിസ് പാസ്സായി. ഉലൗത്താരോ എംബാപ്പെ. ഓ എന്താണ് ഗൈസ് അവിടുത്തെ ഗോളി. ഒരു ഗോളീനെ കുത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. അടിച്ചാൽ ഗോളീന് പന്ത് എത്ര അടിച്ച് നമ്മൾ പവർ ഷൂട്ട് വരെ അടിക്കാൻ പറ്റും. ഇപ്പം ആഫാവും ഗൈസ്. പാപ്പിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇറക്കാണ്ട് ഈ ടേസ്റ്റിന് ചാടി പിടിച്ചത് അടിക്കുമ്പോഴേക്കും വെല്ലടിക്കും. ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ആൾക്കാർ ഇറക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കാം. ജോർജിനാനെ ഇറക്കണം. Would the father of a boy in a blue hat kindly make his way to the information center? കഴിയൂല ഗൈസ്. അപ്പം നമുക്ക് സെക്കൻഡ് ഹാഫിൽ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരും ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കാണ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് കിട്ടണം. ഓ പിന്നെ എന്താ അവർ കൊണ്ടുപോകുന്നു. ഒരു ഫൗൾ നമുക്ക് ഫൗളല്ലോ. ഈ ലെഫ്റ്റ് back
പിന്നെ ഓഫ്സൈഡ് സാക്ക് ഓഫ് സൈഡിൽ കയറിയോണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഓഫ് സൈഡ് വരെ അടിക്കണ്ടേ. The attendance for this match was 71,898. എവിടെ ഒരു അതാ ഓടുന്ന കാശ് ഓടിപ്പോകേണ്ടവർ കെട്ടില്ല. നമ്മൾ മൂന്നടിക്കാതെ ഈ കളി നമ്മളെ വാശിന്ന് പറയാൻ എങ്ങനെ എത്രയോ കുടുംബം കൊണ്ടുപോയി ഒരു നല്ലത്തിന് എടുത്തുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്വന്തം എപ്പിക് വായി കിട്ടാത്തൊരു പേരാണ് ഗായ്സ്, അതിനോണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. പിക്ക് നമ്മൾക്ക് വേണ്ടി ഒരു ചാടി ഹെഡ് കുത്തിയത്. ഞാൻ പറഞ്ഞു 3 അടിക്കാതെ ഞാൻ ഈ കളി വിട്ടു പോവില്ല, ഒരാരായാലും ശരി. നോക്ക് ഗൈസ്, നല്ല മറണ സീനാണ് ഗൈസ്. പിന്നെ കറവുണ്ടല്ലോ, 3 മരണം. Coming on the field is number 8. നമ്മുടെ സ്വന്തം പിർലോ പിന്നെ നമുക്ക് വേണ്ടി 4ാമത്തെ ഗോൾ നേടിയിരിക്കുന്നു. നാലാമത്തെ ഗോൾ ഇട്ട ഐശ്വര്യമായിട്ട് ഡെറിയാണ്. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നു, ഇപ്പോഴാണ് ഓർത്തത്. ഇപ്പോൾ സീൻ ഗോളേക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഗോളല്ല, നേരത്തെ ഗോൾ അതിനേക്കാളും ഇഷ്ടമായി. ചാടിയൊക്കെ സ്വന്തം ഇത് പഠിക്കണം. സാധിക്കുന്നുണ്ട്. Has been indicated. നമ്മളങ്ങനെ 4-0 അതിഭയങ്കരമായ വിജയമായി നമ്മൾ നേടിയിരിക്കുന്നു ഗൈസ്. ഫ്രീ കറക്കൽ നേടിയില്ല ഗൈസ്. ആദ്യം 63-30 എത്ര ചെയ്യുന്നു ഗൈസ്. ഇപ്പോൾ അത് മാറി 40 എത്ര ആയി. അതാണ് പവർ ഓഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അക്കൗണ്ട് സെയിലൊക്കെ ചെയ്യേണ്ടി പറയുക. അപ്പോൾ ഓക്കെ.